ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ PSC സൊല്യൂഷൻസ്. അപ്പം നമ്മൾ ഇന്നും UPSCയുടെ ക്വസ്റ്റ്യൻസ് ആണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ 2006, 2007, 2008 3 വർഷത്തെ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. The Rajya Sabha alone has the power to declare that it would be in national interest for the parliament to legislate with respect to a matter in the state list. എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടാമത്തെ, resolution approving the proclamation of emergency are passed only by the Lok Sabha. ഇതിനകത്ത് ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് ഏതെന്നാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഇതിനകത്ത് അതായത് ഫസ്റ്റിന്റെ മീനിങ് എന്താ? The Rajya Sabha alone has the power to declare that it would be in national interest for the parliament to legislate with respect to a matter in the state list. State list എന്ന് പറഞ്ഞാൽ എന്താ? സംസ്ഥാന ലിസ്റ്റ്. സംസ്ഥാന ലിസ്റ്റിലുള്ള ഒരു വിഷയത്തിൽ പാർലമെന്റ് നിയമനിർമ്മാണം നടത്തുന്നത്, പാർലമെന്റ് നിയമനിർമ്മാണം ലെജിസ്ലേറ്റ് ചെയ്യാന്ന് പറഞ്ഞ മീനിങ് എന്താണ്? നിയമനിർമ്മാണം നടത്തുന്നത് ദേശീയ താല്പര്യത്തിന് അനുയോജ്യമാണെന്ന് പ്രഖ്യാപിക്കാൻ രാജ്യസഭയ്ക്ക് മാത്രമേ അധികാരമുള്ളൂ. രാജ്യസഭ എലോൺ ഹാസ് ദ പവർ ടു ഡിക്ലെയർ. രാജ്യസഭയ്ക്ക് മാത്രമേ അധികാരമുള്ളൂ. അത് ശരിയാണ്, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. റെസൊല്യൂഷൻ അപ്രൂവിംഗ് ദ പ്രൊക്ലമേഷൻ ഓഫ് എമർജൻസി ആർ പാസ്ഡ് ഓൺലി ബൈ ദ ലോക്സഭ. അത് ശരിയാണോ? എമർജൻസി, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി റെസൊല്യൂഷൻ ലോക്സഭയിൽ മാത്രം പാസ്സാക്കിയാൽ മതി എന്നാ പറയുന്നത്. അത് തെറ്റാണ്, അത് റോങ് ആണ്. ഓൺലി 1 ആണ് ഇവിടെ കറക്റ്റ്. No, resolutions approving the proclamation of emergency must be passed by both Lok Sabha and Rajya Sabha, not just the Lok Sabha. കണ്ടോ, രണ്ടുപേരും വേണം. The constitution mandates that any proclamation of a national emergency must be approved by both houses of the parliament, Lok Sabha and Rajya Sabha within 1 month of its issuance. ഒരു മാസത്തിനുള്ളിൽ. അതുപോലെ തന്നെ എന്ത് വേണം? സ്പെഷ്യൽ മെജോറിറ്റി വേണം. Every resolution approving the proclamation of emergency or is continuous, ഒന്നെങ്കിൽ എമർജൻസി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനോ അല്ലെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാനോ സ്പെഷ്യൽ മെജോറിറ്റി വേണം. Must be passed by a special majority in either house of parliament, meaning a majority of the total membership of the house and a majority of not less than 2/3 of the members of that house present and voting. 2/3, not less than 2/3 വേണം. അപ്പൊ രണ്ടുപേരുടെ ഇത് വേണം. The requirement for a special majority was introduced by the 44th Constitutional Amendment Act 1970. നമ്മൾ പഠിച്ചതാണ്. എമർജൻസി പ്രൊക്ലമേഷൻ ചെയ്യാൻ വേണ്ടി അവിടെ സ്പെഷ്യൽ മെജോറിറ്റി വേണം എന്ന് കൊണ്ടുവന്നത് 44th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ടിലൂടെയാണ്. ഓക്കെ, അടുത്തത്, ഇൻ ഇന്ത്യ എവറി സ്റ്റേറ്റ് ഹാസ് എ കോർട്ട് ഇൻ ഇറ്റ്സ് ഹൈക്കോർട്ട് ഇൻ ഇറ്റ്സ് ടെറിട്ടറി. The Constitution of India provides for a high court in each state. ഇതിന്റെ ആൻസർ വരുന്നത് ഉത്തരം ഓപ്ഷൻ ഡി ആണ്, നെയ്തർ 1 nor 2. ഓപ്ഷൻ ഡി ആണ് കൊടുത്തിരിക്കുന്നത്, നെയ്തർ 1 nor 2 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതായത് while Indian Constitution mandates for a high court for each state എന്നാണ് പറയുന്നത്, The Constitution of India provides for a high court in each state എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവർ ആൻസർ കൊടുത്തിരിക്കുന്നത് ഡി ആട്ടോ, നെയ്തർ 1 nor 2 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ആർട്ടിക്കിൾ 214 it allows for a common high court for two or more states or a state and a union territory. അതായത് ആർട്ടിക്കിൾ 214 എന്താ പറയുന്നത്? കോൺസ്റ്റിറ്റ്യൂഷൻ മാൻഡേറ്റ്സ് എ ഹൈക്കോർട്ട് ഫോർ ഈച്ച് സ്റ്റേറ്റ്. ഓരോ സ്റ്റേറ്റിനും ഒരു ഹൈക്കോർട്ട്സ് വേണമെന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ മാൻഡേറ്റ് ചെയ്യുന്നുണ്ട്. അത് ആർട്ടിക്കിൾ 214 പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 231 എന്താണ് പറയുന്നത്? ഇറ്റ് ഓൾസോ അലോസ് ഫോർ എ കോമൺ ഹൈക്കോർട്ട്. അല്ലെങ്കിൽ കോമൺ ഹൈക്കോർട്ട് വേണം, ഒന്നെങ്കിൽ 2 സ്റ്റേറ്റ്സിന് അല്ലെങ്കിൽ 2 സ്റ്റേറ്റ്സിന് കൂടുതൽ, അല്ലെങ്കിൽ നമുക്കറിയാം ഒരു സ്റ്റേറ്റിനും ഒരു യൂണിയൻ ടെറിട്ടറി ഇരിക്കും. അത് ആർട്ടിക്കിൾ 231 പറയുന്നുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷനകത്ത് നമുക്കൊരു ആർട്ടിക്കിൾ ആയിട്ട് തന്നെയുണ്ട്. ആർട്ടിക്കിൾ 214 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റേറ്റ്സ് ദാറ്റ് there shall be high court for each state വേണമെന്നാണ് പറയുന്നത്. 231 പറയുന്നത് ഒരു കോമൺ ഹൈക്കോർട്ട് നമുക്ക് വെക്കാം. ഇപ്പൊ നമുക്ക് എക്സാമ്പിൾ പറയുവാണെങ്കിൽ പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോർട്ട് serves both പഞ്ചാബ് ആൻഡ്
ഹരിയാന. അവർക്ക് രണ്ടുപേർക്കും കൂടി വേണ്ടിയുള്ളതാണ്. പിന്നെ നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിച്ചതാട്ടോ, ഡിഗ്രി പ്രിലിംസിന് ചോദിച്ചതാ. ഗുവാഹട്ടി ഹൈക്കോർട്ട് ആർക്കൊക്കെ ഉള്ളതാ? ആസാം, നാഗാലാൻഡ്, മണിപ്പൂര്, മേഘാലയ, മിസോറാം, അരുണാചൽ പ്രദേശ്. മണിപ്പൂർ, മേഘാലയ, മിസോറാം വെച്ചുള്ള 3 പേരും വന്നു. മണിപ്പൂർ, മേഘാലയ, മിസോറാം. പിന്നെ ആസാം, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്. കണ്ടോ, അങ്ങനെയുണ്ട്. പക്ഷെ ഇവര് 2 തെറ്റാണ് പറഞ്ഞത്. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പ്രൊവൈഡ്സ് ഫോർ എ ഹൈക്കോർട്ട് ഇൻ ഈച്ച് സ്റ്റേറ്റ് എന്ന് ആർട്ടിക്കിൾ 214 പറയുന്നുണ്ട്. ഇതെന്തായാലും തെറ്റാ. അവരുടെ ടെറിട്ടറി തന്നെ വേണമെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അത് തെറ്റാണ്. പക്ഷെ ഒരു ആൻസർ കൊടുത്തിരിക്കുന്നത് ഡി ആണ്. നെയ്തർ 1 nor 2 എന്നാണ്. നമുക്കറിയാം പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. ചിലപ്പോ വല്ല ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആയിരിക്കാം. വാട്ട് ഡസ് ദ 104th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ്മെന്റ് ബിൽ റിലേറ്റ് ടു? അതെന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. 103ാം ഭരണഘടനാ ഭേദഗതി ബില്ലാട്ടോ. ബില്ല് പ്രൊവൈഡിംഗ് കോട്ട ടു സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസ്സസ് ഇൻ പ്രൈവറ്റ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഓർത്തിരിക്കുക. Which one among the following commissions was set up in persons of a definite provision under an article of Indian Constitution? ഒരു ആർട്ടിക്കിളിനകത്ത് കറക്റ്റ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പറഞ്ഞിരിക്കുന്ന ഏതാണ്? നമുക്കറിയാം, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണല്ലേ. ആർട്ടിക്കിൾ 324 കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയൊന്നും എന്താണ് അത്ര ഇത് ഒരു കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പറഞ്ഞിട്ടില്ല. ഓക്കെ. Which portfolio was held by Dr. Rajendra Prasad in the interim government formed in the year 1946? രാജേന്ദ്ര പ്രസാദിന്റെ വകുപ്പ് ഏതായിരുന്നു? ഉത്തരം ഓപ്ഷൻ സി ആണ്. ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ. അടുത്ത നോക്കിക്കേ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ഇതിനകത്ത് ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്ന ഓപ്ഷൻ ഡി ആണ്. നെയ്തർ 1 nor 2. രണ്ടും വരുന്നില്ല എന്നാണ് അവർ തന്നിരിക്കുന്നത്. Okay. A person who has held office as a permanent judge of a high court cannot plead or act in any court or before any authority in India except the Supreme Court എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഹൈക്കോടതിയിൽ സ്ഥിരം ജഡ്ജിയായി സേവനം അനുഷ്ഠിച്ചിട്ടുള്ള ഒരാൾക്ക് സ്ഥിരം ജഡ്ജിയായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. സുപ്രീം കോടതി ഒഴികെ ഇന്ത്യയിലെ ഒരു കോടതിയിലും മറ്റൊരു അധികാര കേന്ദ്രത്തിലും ബാധിക്കാനോ പ്രവർത്തിക്കാനോ കഴിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് തെറ്റാണ്. അടുത്തത് എന്താണ്? എ പേഴ്സൺ is not qualified for appointment as a judge of a high court in India unless he has for at least 5 years held a judicial office in the territory of India. എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യയിലെ ഒരു ഹൈക്കോടതിയിൽ ജഡ്ജിയായി നിയമിക്കപ്പെടാൻ യോഗ്യതയില്ലാത്ത ഒരാൾക്ക് ഇന്ത്യൻ പ്രദേശത്ത് കുറഞ്ഞത് 5 വർഷമെങ്കിലും ജുഡീഷ്യൽ പദവി വഹിച്ചിട്ടില്ലെങ്കിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതും ഇവിടെ തെറ്റാണ്. ഈ 2 സ്റ്റേറ്റ്മെന്റ്സും ഇവിടെ തെറ്റാണ്. കുറച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണത്. അടുത്തത് 124. 124ന്റെ ആൻസർ വരുന്നത് ഏതൊക്കെയാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് 194. ഉത്തരം വരുന്നത് ഇവിടെ നമുക്കറിയാം. ഓക്കെ. ഈ ക്വസ്റ്റ്യന്റെ ആൻസർ, ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്ത കേട്ടോ. ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണത്. അടുത്ത ക്വസ്റ്റ്യൻ 124. Who was the Chief Justice of India when public interest litigation was introduced to the Indian judicial system? Public interest litigation introduce ചെയ്തപ്പോൾ ആരായിരുന്നു ചീഫ് ജസ്റ്റിസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ്. PN ഭഗ്വതി ആണ്. ഓക്കെ. അടുത്തത് കൺസിഡർ ദ ഫോളോയിങ് statements in respect of financial emergency under Article 360 of the Indian Constitution. നമുക്കറിയാം ഫിനാൻഷ്യൽ എമർജൻസി നമ്മുടെ രാജ്യത്ത് ഇന്നേ വരെ പ്രഖ്യാപിച്ചിട്ടില്ല. ആർട്ടിക്കിൾ 360 പറയുന്നത്. ഏതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അത് വായിച്ചു നോക്കാം. A proclamation of financial emergency issued shall cease to operate at the expiration of 2 months unless before the expiration of that period it has been approved by the resolution of both houses of parliament. പാർലമെന്റിന്റെ ഇരു സഭകളുടെയും പ്രമേയം അംഗീകരിച്ചിട്ടില്ലെങ്കിൽ 2 മാസത്തിന് ശേഷം ഒരു സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപനം നിർത്തലാക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. If
Proclamation of financial emergency in operation. It is competent for the President of India to issue direction for the reduction of salaries and allowances of all or any class of persons saving in collection with the affairs of the union, but excluding the judges of Supreme Court and High Courts എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സുപ്രീം കോടതി ഹൈക്കോർട്ടിന് സാലറി കട്ട് ചെയ്യില്ല, അവർ എക്സ്ക്ലൂഡഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തെറ്റാണ്, അവരുടെ അവിടെ കട്ട് ചെയ്യപ്പെടും. Okay. During a financial emergency, the president can issue directions for the reduction of salaries and allowances of all or any class of persons saving in connection with the affairs of the union, including the judges of Supreme Court and High Court എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇവിടെ അവർ പറഞ്ഞിരിക്കുന്നത് എന്താ? എക്സ്ക്ലൂഡിംഗ് എന്നാ. അത് തെറ്റാണ്. അപ്പൊ എന്റെ ആൻസർ only 1 ആണ്. കൺസിഡർ ദ സോറി അത് പിന്നെ വന്നാണ്. അടുത്ത നോക്കിക്കേ. Which of the following Constitution Amendment Act sees that the size of Council of Ministers at the center and in a state must not exceed 50% of the total number of members in the Lok Sabha? അതായത് ലോക്സഭയിലെ ടോട്ടൽ മെമ്പേഴ്സിന്റെ 15% കൂടരുത് അതിലെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. അതുപോലെ തന്നെയാണ് ലെജിസ്ലേറ്റീവ് അസംബ്ലി എടുക്കുമ്പോഴും അവരുടെ ടോട്ടലിനേക്കാളും 15% കൂടരുത്. ഇത് ഏത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ആക്ടിലാണ് പറഞ്ഞിരിക്കുന്നത്? 91st കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ആക്ട് ആണ്. ഇമ്പോർട്ടന്റ് ആണ്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ഇതിനകത്ത് വരുന്നത് only 1 ആണ് കറക്റ്റ്. only 1 എന്ന് പറയുന്നത് എന്താ? ദ ചെയർമാൻ ഓഫ് ദ കമ്മിറ്റി ഓഫ് പബ്ലിക് അക്കൗണ്ട്സ്. നമുക്കറിയാം പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ഉണ്ട്, PSC ഉണ്ട്. അതിന്റെ ചെയർമാനെ അപ്പോയിന്റ് ചെയ്യുന്ന സ്പീക്കർ ഓഫ് ലോക്സഭയാണ്. അത് കറക്റ്റ് ആണ്. പക്ഷേ the committee on public accounts comprises members of Lok Sabha, members of Rajya Sabha and a few eminent members of industry and trade എന്ന് പറയുന്നത് തെറ്റാണ്. അതിനകത്ത് വരുന്ന ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ദ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ഓഫ് ദി ഇന്ത്യൻ പാർലമെന്റ് 22 മെമ്പേഴ്സ് ഉണ്ട്. 15 പേര് ലോക്സഭയിൽ നിന്നും 7 പേര് രാജ്യസഭയിൽ നിന്നും. അങ്ങനെയാണ് അതിന്റെ ഡിവിഷൻ വരുന്നത്. ഓക്കെ. ഹു റോട്ട് ദ ബുക്ക് ദ സ്റ്റോറി ഓഫ് ഇന്റഗ്രേഷൻ ഓഫ് ദ ഇന്ത്യൻ സ്റ്റേറ്റ്? നമുക്കറിയാം VP മേനോൻ. നമ്മുടെ PSC ഇപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. ഹു വാസ് ദ സ്പീക്കർ ഓഫ് ദ ഫസ്റ്റ് ലോക്സഭ? GV മാവ്ലങ്കർ. അതൊക്കെ നമ്മൾ ഇപ്പോഴും കാണുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇതിനകത്ത് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പെയേഴ്സ് ഇസ് നോട്ട് കറക്റ്റ്ലി മാച്ച്ഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ C ആണ്. AM ഖുസ്രോ, ഫോർമർ ചെയർമാൻ ഓഫ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. ബാക്കിയെല്ലാം തെറ്റാണ്. ബാക്കിയെല്ലാം കറക്റ്റ് ആണ്. TS കൃഷ്ണമൂർത്തി ഫോർമർ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആയിരുന്നു. KC പന്ത് ചെയർമാൻ 10th ഫിനാൻസ് കമ്മീഷൻ ആയിരുന്നു. RC ലഹോട്ടി ഫോർമർ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. പഴയ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഇതിന്റെ ആൻസർ വരുന്ന only 1 ആണ്. ഇപ്പൊ നമ്മൾ കണ്ട ക്വസ്റ്റ്യൻ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. The mode of removal of a judge of a high court in India is same as that of removal of a judge of Supreme Court. ഒരു ഹൈക്കോർട്ടിലെ ജഡ്ജിനെ എങ്ങനെയാണോ റിമൂവ് ചെയ്യുന്നത് അതേ പ്രൊസീജിയറിലൂടെ തന്നെയാണ് ഒരു സുപ്രീം കോർട്ടിലെ ജഡ്ജിനെ റിമൂവ് ചെയ്തത്. ആഫ്റ്റർ റിട്ടയർമെന്റ് ഫ്രം ദ ഓഫീസ് എ പെർമനന്റ് ജഡ്ജ് ഓഫ് എ ഹൈക്കോർട്ട് cannot plead or act in any court or before any authority of India എന്ന് പറയുന്നത് തെറ്റാണ്. അതിപ്പോ നമ്മൾ കണ്ടുള്ളൂ. Which one of the following is the correct chronological order of the formation of full states of Indian Union? ഇതിനകത്ത് ഏതാണ് കറക്റ്റ് ഓർഡർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. B ആണ്. നാഗാലാൻഡ്, ഹരിയാന, സിക്കിം, അരുണാചൽ പ്രദേശ്. ഇതിനകത്ത് ആദ്യം വരുന്ന നാഗാലാൻഡ് ആണ്. Who among the following have held the office of the Vice President of India? ഇതിനകത്ത് ആരാണ്? ഇതിനകത്ത് ആരൊക്കെയാണ് വൈസ് പ്രസിഡന്റിന്റെ പദവിയിൽ ഇരുന്നിട്ടുള്ളത്? ഉത്തരം ഓപ്ഷൻ B ആണ്. 1ഉം 4ഉം ആണ്. മുഹമ്മദ് ഹിദായത്തുള്ളയും ശങ്കർ ദയാൽ ശർമ്മയും. ഓക്കെ, ഇതൊക്കെ ഓർത്തിരിക്കാട്ടോ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് PSC ചോദിക്കുന്നതാണ്. Which schedule of the Constitution of India contains special provision for the administration and control of scheduled areas in several states? അത് ഏതാണ്? B ആണ്. 5th. സെവറൽ സ്റ്റേറ്റ്സിലുള്ള ഷെഡ്യൂൾഡ് ഏരിയാസിന്റെ അഡ്മിനിസ്ട്രേഷനും കൺട്രോളും. അത് 5th ഷെഡ്യൂളിനകത്താണ് പറയുന്നത്. Department of Border Management is a department of which one of the following union ministries? Department of Border Management ഏതിന്റെ കീഴിലാണ് വരുന്നത്? Ministry of Home Affairs ആണ്. Under which one of the following Constitution Amendment Acts 4 languages were added to the language under the 8th schedule of the Indian Constitution? അങ്ങനെ ഇപ്പൊ നമുക്കറിയാം, നമുക്ക് 22 ഒഫീഷ്യൽ ലാംഗ്വേജസ് ഉണ്ട്. അതിനകത്ത് ഏത് അമെൻഡ്മെന്റ് ആക്ടിലൂടെയാണ് നമ്മുടെ 8th ഷെഡ്യൂളിലാണ് നമ്മൾ ഒഫീഷ്യൽ ലാംഗ്വേജസിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ ഏതാണത്? 92nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ്മെന്റ് ആക്ട് ആണ്. ഏതൊക്കെ ലാംഗ്വേജസ് ആഡ് ചെയ്തത്? 2003ലാണ്. 4 ലാംഗ്വേജ് ഏതൊക്കെയാണ്? ബോഡോ, ഡോഗ്രി, മൈഥിലി, സന്താലി. ഇത് 8th ഷെഡ്യൂളിലേക്ക് ആഡ് ചെയ്തു. അങ്ങനെ ഇപ്പൊ നമുക്ക് 18ൽ നിന്ന് 22 ഒഫീഷ്യൽ ലാംഗ്വേജസ് ഉണ്ട്. കൺസിഡർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പ്രൊവൈഡ്സ് ദാറ്റ്. ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഉത്തരം
ഓപ്ഷൻ ബി ആണ്, only 2 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. The Legislative Assembly of each state shall consist of not more than 450 members chosen by direct election from the territorial constituencies in that state. 450 അല്ല, അത് തെറ്റാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്കൊക്കെ മത്സരിക്കണമെങ്കിൽ 25 വയസ്സ്, അത് നമ്മൾ കണ്ടതാണ്. ഇത് ശരിയാണ്. Which one of the following is included in the DPSP? Directive Principles of State Policy-ക്കകത്ത് ഏതാ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, only 2 ആണ്. ഇത് ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. ഫോഴ്സ്ഡ് ലേബർ, പ്രൊഹിബിഷൻ ഓഫ് ട്രാഫിക് ഇൻ ഹ്യൂമൻ ആൻഡ് ഫോഴ്സ്ഡ് ലേബർ ഫണ്ടമെന്റൽ റൈറ്റ്. ഇത് DPSP ആണ്. നോക്കിക്കേ, മറ്റേത് ഏതാ? ആർട്ടിക്കിൾ 23. ആർട്ടിക്കിൾ 23 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊഹിബിറ്റ്സ് ഫോഴ്സ്ഡ് ലേബർ ആൻഡ് ഹ്യൂമൻ ട്രാഫിക്കിംഗ്. അതുപോലെ തന്നെ എക്സ്പ്ലോയിറ്റേറ്റീവ് പ്രാക്ടീസസിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. അത് ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. ആദ്യം കൊടുത്തിരിക്കുന്ന ഏതാ? ഇത് ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. ആർട്ടിക്കിൾ 23 പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, only 2 ആണ് കറക്റ്റ്. ജസ്റ്റിസ് BR Krishna is considered one of the progenitors of the public interest litigation in the Indian judicial system. ഓൾറെഡി നമ്മളൊരു ക്വസ്റ്റ്യൻ കണ്ടതാണ്. ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് എടുത്തുന്നേ ഉള്ളൂ. ചിലപ്പോൾ ഡെപ്തിൽ വല്ലതും കയറി ചോദിച്ചാലോ, KS ഒക്കെ വരുമല്ലേ. ഓക്കെ, അപ്പൊ നമ്മൾ 2006, 7, 8 3 വർഷത്തെ UPSC ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് പ്രാക്ടീസ് ചെയ്തത്. ഉറപ്പായിട്ടും UPSCയുടെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. പല ക്വസ്റ്റ്യൻസ് നമ്മൾ ഇപ്പോഴും കാണുന്നതാണ്. KS ഒക്കെ വരുവാണ്. അതുപോലെ ഡിഗ്രി ലെവൽ എക്സാംസിനും മെയിൻസിനൊക്കെ നല്ല ഇമ്പോർട്ടൻസ് തന്നെ കൊടുത്ത് UPSCയുടെ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.